Hi, I am Biju S. Nair, former officer, Food Corporation of India, current office പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ദിനപത്രം ആദ്യത്തെ ന്യൂസുകളിലേക്ക് പോവാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് 9 മാവോയിസ്റ്റ് കിൽഡ് ഇൻ ദണ്ഡേവാഡ എൻകൗണ്ടർ എന്ന് പറയുന്ന ന്യൂസാണ്. ദണ്ഡേവാഡ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് ഛത്തീസ്ഗഡിലാണ്. ഈ ഛത്തീസ്ഗഡ് ഉൾപ്പെടുന്ന കുറെ മേഖലകൾ നമ്മളുടെ ഇന്ത്യയിലെ റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന കുറച്ച് പ്രദേശങ്ങളുണ്ട്. അതായത് ചുവപ്പ് ഇടനാഴി എന്നറിയപ്പെട്ടത്. അതായത് അവിടെ ഈ മാവോയിസ്റ്റുകൾ പൊതുവെ കമ്മ്യൂണിസവുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി ആണല്ലോ മാവോയിസ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് റെഡ്. അപ്പം റെഡ് കോറിഡോർ ഈ മാവോയിസ്റ്റ് ഐഡിയോളജി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കുറെ പ്രദേശങ്ങൾ ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അതുപോലെ ആന്ധ്രയുടെ കുറെ പ്രദേശങ്ങൾ, മഹാരാഷ്ട്രയിലെ കുറെ പ്രദേശങ്ങൾ, വെസ്റ്റ് ബംഗാളിന്റെ കുറെ പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ എല്ലായിടത്തും ഒരുവിധം ഒതുങ്ങി. ഇപ്പൊ ആകപ്പാട് ഛത്തീസ്ഗഡിൽ ആണ് മെയിൻലി ഭയങ്കര പ്രോബ്ലം ഉള്ളത്. അപ്പൊ ഈ ഒരു മേഖലയാണ് പണ്ട് റെഡ് കോറിഡോർ എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ മാവോയിസ്റ്റുകൾ ഭയങ്കര ഒരു ഇന്റേണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണ് ഇന്ത്യയിൽ. പലപ്പോഴും സിവിലിയൻസിനെയും അതുപോലെ നമ്മളുടെ പാരാമിലിറ്ററി ഫോഴ്സസ് CRPFനെയും പോലീസിനെയൊക്കെ അവർ ടാർഗറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവരെ നേരിടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ CRPFന്റെ വിഭാഗമുണ്ട്. അതിന്റെ പേരാണ് കോബ്ര എന്ന് പറഞ്ഞാല് കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. കോബ്ര കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. ഇപ്പോ BJPയുടെ പുതിയ ഗവൺമെന്റ് ഇവിടെ ഛത്തീസ്ഗഡിലെ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള നടപടികളാണ് ഇവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഈ മാവോയിസ്റ്റേക്ക് നേരെ. അപ്പൊ ഒരുപാട് ആൾക്കാർ, ഇപ്പൊ ഹൺഡ്രഡ്സ് ഓഫ് മാവോയിസ്റ്റുകൾ കഴിഞ്ഞ കുറച്ച് 2-3 മാസങ്ങൾക്കുള്ളിൽ വിഷ്ണു സായി സംതിങ് എന്നല്ലേ ഒഡീഷയുടെ ചീഫ് മിനിസ്റ്ററിന്റെ പേര്, വിഷ്ണു ദിയോ സായി അങ്ങനെയാണെന്ന് തോന്നുന്നു ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പേര്. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ ശക്തമാക്കുന്നത് ഈ നടപടികൾ. അപ്പൊ ഇന്നലെയും കുറെ പേര് ഈ പറഞ്ഞ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു എന്നാണ് ന്യൂസ് എന്ന് പറയുന്നത്. വിഷ്ണു ദിയോ സായി എന്നാണെന്ന് തോന്നുന്നു ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പേര്. നിങ്ങൾ ചെക്ക് ചെയ്തോളണം. പിന്നെ ബംഗാളിലെ ഈ പറഞ്ഞ RG കർ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ ആ പെൺകുട്ടി ഒരു ഡോക്ടർ അവിടെ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം അവിടെ വലിയ വിവാദമൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കണം ബംഗാളിലെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്നലെ ഒരു പുതിയ ബില്ല് അവിടുത്തെ നിയമസഭയിൽ പാസ്സാക്കി. അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് വെസ്റ്റ് ബംഗാൾ ക്രിമിനൽ ലോസ് അമെന്റ്മെന്റ് ബിൽ 2024. ഈ റേപ്പിസ്റ്റുകൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ തൂക്കിക്കൊല്ലുക. ഇന്ത്യയിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലൽ ആണ്, അല്ലെ? നമ്മളെ ഇന്ത്യയിൽ എക്സിക്യൂഷൻ നടത്തുന്ന അങ്ങനെയാണ്. ആ ഒറ്റ പരിപാടിയല്ലേ ഉള്ളൂ. അമേരിക്കയിലേക്കാണെന്നുണ്ടെങ്കിൽ ലീതലായിട്ടുള്ള ഇഞ്ചക്ഷൻസ് കൊടുത്ത് വിഷം കുത്തിവെച്ചാണ് കൊല്ലുന്നത്. സൗദി അറേബ്യ പോലുള്ള ശരിയ നിയമം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിൽ തലവെട്ടിക്കളന്നാണ് കൊല്ലുന്നത്. അങ്ങനെ വെടിവെച്ച് കൊല്ലുന്ന രാജ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ അത് പിന്നീട് തൂക്കിക്കൊല്ലാണ് ചെയ്യുന്നത്. അപ്പൊ ബംഗാൾ ബിൽ മൂഡ്സ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഫോർ റേപ്പിസ്റ്റ് എന്നൊരു ന്യൂസ് കാണാം. അപ്പൊ അവിടെ ഇപ്പൊ ഒരു ഭയങ്കര പ്രോബ്ലം ആയിട്ട് അത് വളർന്നു. അവിടുത്തെ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിന്റെ ജനങ്ങളുടെ ഇടയിൽ ഉള്ള പോപ്പുലാരിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറിയത് കൊണ്ടായിരിക്കണം വെസ്റ്റ് ബംഗാളിന്റെ അസംബ്ലി അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് വെസ്റ്റ് ബംഗാൾ ക്രിമിനൽ ലോസ് അമെന്റ്മെന്റ് ബിൽ 2024 പാസ്സാക്കിയത്. പിന്നെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഭയങ്കരമായിട്ടുള്ള ഫ്ലഡ്, വെള്ളപ്പൊക്കം. 4.15 ലാക്ക് പീപ്പിൾ ആണ് ഈ ഫ്ലഡിൽ അഫക്റ്റഡ് ആയി. നേവി സ്റ്റെപ്പ് ഇൻ ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. നേവി, ഇന്ത്യയുടെ നേവൽ ഫോഴ്സ് ഈ ആൾക്കാരെയൊക്കെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതും അറിഞ്ഞിരിക്കുക. പിന്നെ താഴോട്ട് വരുമ്പോൾ വേൾഡ് ബാങ്ക് ഹൈക്സ് ഇന്ത്യസ് എക്കണോമിക് ഗ്രോത്ത് പ്രൊജക്ഷൻ ടു 7% ഫോർ ഫിനാൻഷ്യൽ ഇയർ 2024-25. ബ്രെട്ടൺ വുഡ് സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന 2 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വേൾഡ് ബാങ്കും IMFും. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള 2 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള 2 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വേൾഡ് ബാങ്കും IMFും. അപ്പൊ വേൾഡ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും IMFിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും വാഷിംഗ്ടൺ DC ആണ്. ഇവരെ ബ്രെട്ടൺ വുഡ് സിസ്റ്റേഴ്സ് എന്നറിയപ്പെടാനുള്ള കാരണമൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ബ്രെട്ടൺ വുഡ് കോൺഫറൻസിൽ വെച്ചാണ് 1944 തോന്നുന്നു. ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസിൽ വെച്ചാണ് ഈ 2 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോം ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തത്. അപ്പൊ ഈ വേൾഡ് ബാങ്ക്, അതുപോലെ IMF, അതുപോലെ ഏഷ്യൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഹെഡ്ക്വാർട്ടേഴ്സ് ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റലായ മനിലയാണ്. ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇവരെല്ലാവരും എല്ലാ വർഷവും ഇന്ത്യ ഉൾപ്പെടുന്ന മേജർ
എക്കോണമീസിന്റെ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് ഫോർകാസ്റ്റ് ചെയ്യാറുണ്ട്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് പ്രഡിക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഫോർകാസ്റ്റിംഗ് അനുസരിച്ച് ഈ വർഷം ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ്, കറണ്ട് ഫിനാൻഷ്യൽ ഇയറിന്റെ GDP ഗ്രോത്ത് റേറ്റ് 7% ആയിരിക്കുന്നതാണ്. 7, അത് അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ആണ്. 7% ആയിരിക്കുന്നതാണ്. ഇന്ത്യയാണ് വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കോണമി എന്ന് പറയുന്നത്. മേജർ എക്കോണമീസിന്റെ കൂട്ടത്തിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇന്ത്യയാണ്. അപ്പൊ 7% ഗ്രോത്ത് ആണ് അമേരിക്ക അല്ല, വേൾഡ് ബാങ്ക്, IMF, ADB എല്ലാം ഇന്ത്യക്ക് പ്രഡിക്ട് ചെയ്തേക്കുന്ന പ്രാവശ്യം. വേൾഡ് ബാങ്കിന്റെ പ്രൊജക്ഷൻ ആണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ഇന്ത്യക്കാരനല്ല, ആക്ച്വലി അമേരിക്കൻ സിറ്റിസൺ ആണ്. ഇപ്പം അജയ് ബംഗയാണ്. അജയ് ബംഗ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആണ്. വേൾഡ് ബാങ്കിന്റെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അജയ് ബംഗയാണ് ഇപ്പോഴത്തെ വേൾഡ് ബാങ്ക് പ്രസിഡന്റ്. ഇന്ത്യൻ ഒറിജിൻ ആണ്. ഇപ്പൊ അദ്ദേഹം അമേരിക്കൻ സിറ്റിസൺ ആണ്. പിന്നെ റഷ്യ യുക്രൈൻ വാറിൽ ഇന്നലെ വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു അറ്റാക്ക് റഷ്യൻ സൈഡിൽ നിന്നുണ്ടായി. 47 പേര് യുക്രൈന്റെ മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറ്റാക്ക് ചെയ്ത് റഷ്യ കില്ല് ചെയ്തു. അപ്പം സമാധാന ശ്രമങ്ങളുമായിട്ട് ലോകം മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ആ പേജിൽ പറയാനുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജിലൊന്നും വലുതായിട്ടൊന്നും പറയാനില്ല. അതിനടുത്ത് സ്റ്റേറ്റ്സ് പേജിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ കാണാം. പിന്നെ ആസാമുമായിട്ട് ബന്ധപ്പെട്ട, ആസാമില് ഇപ്പൊ NRC നടന്നുകൊണ്ടിരിക്കുകയാണ്. NRC എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. ഇന്ത്യയില് നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്, NRC എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഷൻ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് എന്നാണ്. അപ്പൊ NRC അല്ലെങ്കിൽ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് നടപ്പാക്കിയിട്ടുള്ള ഒറ്റ ഇന്ത്യൻ സ്റ്റേറ്റേ ഉള്ളൂ, ആസാമാണ്. സുപ്രീം കോർട്ടിന്റെ ഡയറക്ഷൻ പ്രകാരമാണ് നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് ആസാമിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1971 ബംഗ്ലാദേശ് വാറിൽ ബംഗ്ലാദേശ് ഉണ്ടാവുന്നു. എന്നിട്ട് ഈസ്റ്റ് പാകിസ്ഥാനാണ് ബംഗ്ലാദേശ് ആയിട്ട് മാറുന്നത്. ആ സമയത്ത് ഒരുപാട് ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 71 ഒരു കട്ട് ഓഫ് ഡേറ്റ് ഇയർ ആയിട്ട് വെച്ചിട്ട് 71 ശേഷം 71 തൊട്ട് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബംഗ്ലാദേശികളായിട്ടുള്ള ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ പുറത്താക്കുക. 71 മുമ്പ് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുത്ത് ഇവിടുത്തെ പൗരന്മാരാക്കുക. അതാണ് NRCയുടെ ലക്ഷ്യം. കാര്യം ഇത് ആസാം എന്ന് പറയുന്നത് ബംഗ്ലാദേശുമായിട്ട് വലിയ ബൗണ്ടറി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആസാമില് ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് ഒരുപാട് വരികയും അവിടുത്തെ ഡെമോഗ്രഫി തന്നെ മാറുകയും ചെയ്തു. ആസാമിൽ ബംഗ്ലാദേശി പൗരന്മാർ പല ഡിസ്ട്രിക്റ്റുകളിലും ഏറ്റവും കൂടുതലാവാൻ തുടങ്ങി തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെക്കാളും. അത് അവിടെ വലിയ ഡിസ്കണ്ടന്റിന് കാരണമാവുകയും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു 80s-ലൊക്കെ, 80-കളില്, 90-കളിലൊക്കെ, 90s-ലൊക്കെ. അപ്പൊ അതാണ് ഈ പറഞ്ഞ NRC-യിലേക്കൊക്കെ നയിച്ചത്, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസിലേക്കൊക്കെ നയിച്ചത്. അപ്പൊ അത് ഇപ്പൊ ആസാമിലേ ഉള്ളൂ. ബംഗാളിലോ നടപ്പാക്കേണ്ട കാര്യം. ബംഗാളും ഈ ബംഗ്ലാദേശുമായിട്ട് വലിയ ബോർഡർ ഉള്ള സ്റ്റേറ്റ് ആണ്. ഈ ബംഗാളിൽ ഇതേ പ്രോബ്ലം ഉണ്ട്. ഒരുപാട് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഫ്രം ദ ബംഗ്ലാദേശ് came to West Bengal and settled there. They are actually illegally occupying India's many places. അപ്പം അവരെയൊക്കെ കണ്ടെത്തി പുറത്താക്കാൻ വെസ്റ്റ് ബംഗാളിലൊക്കെ നടപ്പാക്കേണ്ടത് NRC, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. വേറെ ഒന്നും ആ പേജിൽ പറയാനല്ല. പിന്നെ അതിനടുത്ത പേജ് വേണ്ട. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ കേരള ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളാണ്. അത് നമുക്ക് ആവശ്യമുള്ളതൊന്നുമല്ല. പിന്നെ നമ്മൾ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഡിമോളിഷൻ സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു എഡിറ്റോറിയൽ കാണാം. അതെന്താണെന്ന് വെച്ചാല് BJP ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിൽ, BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലാണ് മെയിൻ ആയിട്ട്. പിന്നെ ഡൽഹിയിലും ഉണ്ട്. പലപ്പോഴും ഏതെങ്കിലുമൊക്കെ കേസിൽ അകപ്പെടുന്ന ആൾക്കാരുടെ, പലപ്പോഴും മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, മുസ്ലിംസ് ആണ് അതിന്റെ ടാർഗറ്റ് കൂടുതൽ ആവാറുള്ളത്. കേസിൽ അകപ്പെടുന്ന ആൾക്കാർ, അപ്പൊ പ്രത്യേകിച്ച് വളരെ വലിയ ക്രൈംസ് ഒക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഈ ജനങ്ങളുടെ രോഷം ഇവർക്കെതിരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്നൊരു നടപടി, അല്ലെങ്കിൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നൊരു നടപടി എന്ന് വെച്ചാൽ ഇവരുടെ വീടുകള് അല്ലെങ്കിൽ അവരുടെ ഈ കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഷോപ്പുകളൊക്കെ കാണുമല്ലോ, ഇതൊക്കെ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തും. ഇതിനെതിരെ അത് UP ഇത് ഭയങ്കര വ്യാപകമാണ്, ഉത്തർപ്രദേശില്. അപ്പൊ ഇതിനെതിരെ പലപ്പോഴും കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. സുപ്രീം കോടതിയിൽ വരെ ആ കേസ് എത്തി. അപ്പൊ സുപ്രീം കോടതിയിൽ ഇപ്പോ ഈ കേസ് കേൾക്കുന്ന വേളയിൽ ജസ്റ്റിസുമാരായ BR ഗവായിയും KV വിശ്വനാഥനും വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു,
ആരുടെയും ഡ്വെല്ലിംഗ് പ്ലേസസ്, ആരുടെയും താമസ സ്ഥലങ്ങളൊന്നും എന്ത് ക്രൈം ചെയ്ത ആളായിരുന്നാലും നശിപ്പിക്കാൻ, ബുൾഡോസ് ചെയ്യാൻ ആർക്കും അവകാശം ഇല്ല. പ്രത്യേകിച്ച് അതിൽ വേറൊരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ എന്തെങ്കിലും ഒരു ക്രൈം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബം ചിലപ്പോൾ അതിൽ യാതൊരു രീതിയിലും ഇൻവോൾവ് ആയിരിക്കത്തില്ല. അപ്പൊ അവരെ കൂടെ ശിക്ഷിക്കുന്നതിന് ഈക്വൽ ആണല്ലോ നമ്മളിപ്പോ ഒരാളുടെ വീട് ഇടിച്ചു നടത്തുന്ന പറയുമ്പോൾ വീട്ടിൽ ഞാൻ മാത്രമല്ലല്ലോ താമസിക്കുന്നത്. അപ്പൊ ഇതില് വേറൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ പലപ്പോഴും ഈ പറഞ്ഞ പ്രതികൾക്കൊക്കെ ഇല്ലീഗലി കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്സോ അല്ലെങ്കിൽ വീടുകളോ ഒക്കെ കാണാം, ഇല്ലീഗലി കൺസ്ട്രക്ട് ചെയ്ത എൻക്രോച്ച്മെന്റ് ഒക്കെ നടത്തിയ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് കോടതിയിലൊക്കെ ഇത് കേസൊക്കെ ആവാൻ പറയും ഇത് എൻക്രോച്ച്മെന്റ് ആയിരുന്നു, സോ ഞങ്ങൾ പൊളിച്ചു കളഞ്ഞാണ്. പക്ഷെ എൻക്രോച്ച്മെന്റ് പൊളിച്ചു കളയുന്നതും പലപ്പോഴും ഈ ക്രൈം ഉണ്ടായതിനു ശേഷമായിരിക്കും ഈ എൻക്രോച്ച്മെന്റ് പൊളിച്ചു കളയുന്നത്. ഇതൊരു പ്രതികാര നടപടി തന്നെയായിരിക്കും. ഈ എൻക്രോച്ച്മെന്റ് പൊളിച്ചു കളയുന്നതിന് പോലും വളരെ ലെയ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് അവർക്ക് നോട്ടീസ് മുൻകൂട്ടി കൊടുക്കണം, അവരുടെ നോട്ടീസ് ഇത്ര സമയത്തിനകം മുൻകൂട്ടി കൊടുക്കണമെന്നുണ്ട്. എന്നിട്ട് ആ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവർക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം കൊടുക്കണം നമ്മളുടെ എൻക്രോച്ച്മെന്റ് നടത്തുന്ന ആൾക്കാർക്ക്. അപ്പൊ ഇതൊന്നും മുമ്പ് ചെയ്ത കാര്യമായിരിക്കൂല. പക്ഷേ ഈ കേസ് വരുമ്പം ഇവരൊരു കള്ള നോട്ടീസ് ഉണ്ടാക്കും, മുമ്പേ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ഒരു ബാക്ക് ഡേറ്റ് ഇട്ടൊരു നോട്ടീസ് ഉണ്ടാക്കിയിട്ട് ആ നോട്ടീസ് കൊടുത്തിരുന്നു എന്നൊക്കെയുള്ള ഒരു പ്രൂഫ് ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും ഇവർ പൊളിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പറഞ്ഞേക്കാണ് ഇത്തരത്തിലുള്ള എൻക്രോച്ച്മെന്റുകൾ ഈ പ്രതികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഈ എൻക്രോച്ച്മെന്റുകൾ പൊളിച്ചു മാറ്റുന്നത് പോലും, ബുൾഡോസ് ചെയ്യുന്നത് പോലും അതിന് ഇന്ത്യ മുഴുവനുമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഭാവിയിൽ അത്തരം നടപടികൾ സ്വീകരിക്കണം എന്നാണ്. അപ്പൊ ഇതിൽ ഹിന്ദു പറയുന്ന അങ്ങനെ ചെയ്യുമ്പോൾ ശരിയാണ്, എൻക്രോച്ച്മെന്റ് അങ്ങനെ പൊളിച്ചു മാറ്റുന്ന നടപടി ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഇവരുടെ പേരിലൊരു ക്രിമിനൽ കേസൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതികാര നടപടി ആവാതിരിക്കാൻ ചെയ്യേണ്ടത് ഈ ബാക്ക് ഡേറ്റിലൊക്കെ ഞാൻ പറഞ്ഞു ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് കള്ള നോട്ടീസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിന് ഈ നടപടികളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യണമെന്നാണ് നീ പറഞ്ഞത്. ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് ഈ നോട്ടീസ് കൊടുക്കുന്ന പരിപാടി. അങ്ങനെയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ബാക്ക് ഡേറ്റിൽ ഈ പറഞ്ഞ കള്ള റെക്കോർഡ്സ് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നത്. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ഇത് സുപ്രീം കോടതിയുടെ ഒരു പരാമർശം ഇതിൽ വന്നേക്കുന്നതാണ്. ഈ പറഞ്ഞ പല സ്റ്റേറ്റുകളിലും ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ താമസ സ്ഥലങ്ങളും അവരുടെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു കളയുന്ന ഒരു പരിപാടിയുണ്ട്, എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ BJP റൂൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ. അപ്പൊ അതിനെതിരെ പോയ കേസിൽ സുപ്രീം കോടതിയുടെ ചില പരാമർശങ്ങളെ കുറിച്ചാണ് ഈ എഡിറ്റോറിയലിൽ പറയുന്നത്. അതിനപ്പുറം അവിടെ ഒന്നുമില്ല. പിന്നെ ഈ രണ്ടാമത്തെ എഡിറ്റോറിയൽ ഹോളോ മിഡിൽ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ, അത് നമുക്ക് അത്ര അത്യാവശ്യമുള്ളതല്ല. എന്നാലും ഞാൻ ഓടിച്ച് പറഞ്ഞേക്ക് വേറെ ഒന്നല്ല. ജർമ്മനിയിലെ ലോക്കൽ ഇലക്ഷനെ കുറിച്ചൊക്കെയാണ്. ജർമ്മനിയിലെ ചില സ്റ്റേറ്റുകളിലേക്ക് ഇപ്പൊ നടക്കാൻ പോണ ഇലക്ഷൻ അല്ലെങ്കിൽ നടന്ന ഇലക്ഷൻ അതിന്റെ ഔട്ട്കംസിനെ കുറിച്ചാണ്. ജർമ്മനിയിലെ ഇന്റേണൽ ഇലക്ഷൻ നമ്മളെ ഒരു രീതിയിൽ ബാധിക്കുന്ന കാര്യമല്ല, എന്നാലും അവിടുത്തെ ഒരു ഇലക്ഷന്റെ പാറ്റേൺ ആണ് ഈ പറയുന്നത്. അതായത് ജർമ്മനിയില് അവിടുത്തെ ഫാർ റൈറ്റ് പാർട്ടി ആയ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറഞ്ഞൊരു പാർട്ടി, AFD എന്ന് പറഞ്ഞൊരു പാർട്ടി അവിടെ പല ഇലക്ഷൻസിലും വലിയ ഭൂരിപക്ഷം നേടുന്നു. ഇപ്പൊ അവിടുത്തെ 2 സ്റ്റേറ്റുകളായിട്ടുള്ള തുറിഞ്ചിയ എന്നും സാക്സോണി എന്നും പറഞ്ഞ 2 സ്റ്റേറ്റുകളിലൊക്കെ നടന്ന ഇലക്ഷനിലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫാർ റൈറ്റ് പാർട്ടി ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറയുന്ന ഈ പാർട്ടി ആക്ച്വലി ഈ നമ്മളുടെ അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഒക്കെ കാലഘട്ടത്തിൽ അദ്ദേഹം ഫോളോ ചെയ്ത പോലുള്ള ഐഡിയൽസ് ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അവർക്ക് അവിടെ ജനങ്ങളുടെ ഇടയിൽ വൈഡർ അക്സെപ്റ്റൻസ് നേടുന്നു. അവർ ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് പാർട്ടിയാണ്. അതായത് ഇപ്പൊ അവിടെ ഭരിക്കുന്ന ഒലാഫ് ഷോൾസ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ, അദ്ദേഹം ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി അല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി കൂടെ ഉൾപ്പെടുന്ന ഒരു കോalition അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ എന്ന് വെച്ചാൽ പൊതുവെ കുറച്ച് ലിബറൽ പാർട്ടികളാണ്. ഈ ലിബറൽ പാർട്ടികൾ ഭയങ്കരമായിട്ട് ഇമ്മിഗ്രേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇമ്മിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഈ റെഫ്യൂജീസ് ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് അഭയം കൊടുക്കുന്ന സിസ്റ്റം ഒക്കെയാണ് ജർമ്മനിയിൽ. ഈ ഏഞ്ചല മെർക്കൽ ഭരിക്കുന്ന സമയം തൊട്ട് ഇങ്ങോട്ട് ഈ ഒലാഫ് ഷോൾസ് വരെയുള്ള ചാൻസലേഴ്സ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് അവിടെ ഭയങ്കര ഡിസ്കണ്ടന്റ് അവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ മൈഗ്രൻസ് അല്ലെങ്കിൽ റെഫ്യൂജീസ് ഒക്കെ ഇഷ്ടംപോലെ വരുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ അവിടെ പണ്ടേ ജനിച്ചു വളർന്ന അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളുടെ റിസോഴ്സസ് മറ്റവർക്ക് കൂടെ ഷെയർ ചെയ്യുന്നുള്ള ഒരു വിഷമം ഇമിഗ്രൻസ്. രണ്ടാമതായിട്ട് ഇപ്പൊ യുക്രൈൻ റഷ്യ വാറിൽ യുക്രൈനിന് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന, ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്ന ഒരു രാജ്യം ജർമ്മനിയാണ്. ഈ ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുമ്പോൾ അതിനെതിരെ ഒരു പൊതു വികാരം, എന്തിന് ഇങ്ങനെ ഒരു ഫെയിൽഡ് വാറിൽ അല്ലെങ്കിൽ യുക്രൈൻ ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാറിൽ എന്തിന് ഇങ്ങനെ ഒരുപാട്
സാമ്പത്തിക സഹായം യുക്രൈന് കൊടുക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ജർമ്മനിയിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. മൂന്നാമതായിട്ട് ഈ റഷ്യ യുക്രൈൻ വാർ മൂലം ഈ പെട്രോളിയത്തിന്റെയും ഗ്യാസിന്റെയൊക്കെ സപ്ലൈ ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അത് വാങ്ങാൻ പറ്റാതായി റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള സാമ്പത്തിക ഇഷ്യൂസ് ഇതെല്ലാം അവിടുത്തെ റൈറ്റ് വിങ് പാർട്ടീസിന്റെ വളർച്ച, ഇപ്പൊ പറഞ്ഞ AFD പോലുള്ള പാർട്ടി, അതുപോലെ എക്സ്ട്രീം ലെഫ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അവരും അവിടെ വലിയ ശക്തിയെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫോഴ്സസ് പരാജയപ്പെട്ടുകൊണ്ട് എക്സ്ട്രീം റൈറ്റും എക്സ്ട്രീം ലെഫ്റ്റും പാർട്ടികൾ ജർമ്മനിയിൽ വളരുന്നു. ഇത് ജർമ്മനിയിലെ മാത്രം പ്രതിഭാസമല്ല, ഇത് ഇറ്റലിയിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്, ഫ്രാൻസിൽ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റലിയിലെ ജോർജിയ മെലോണി എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ അത്തരത്തിലുള്ള ഒരു ലീഡറാണ്. ഫ്രാൻസിലെ ഇപ്പോഴത്തെ മെയിൻ ഒപ്പോസിഷൻ ലീഡർ മെറിൻ ലി പെൻ എന്ന് പറഞ്ഞ ലീഡർ, അവര് പ്രസിഡന്റ് എന്നായാലും ഭാവിയിൽ പ്രസിഡന്റ് ആയേക്കാം. ഷീസ് ഓൾസോ എ ഫാർ റൈറ്റ് ലീഡർ. അപ്പൊ ഇത് മെയിൻലി രാജ്യത്തിലെ സ്റ്റാറ്റസ് കോയിസ്റ്റുകളായിട്ടുള്ള പൊളിറ്റീഷ്യന്മാരുടെ ലിബറൽ ആയിട്ടുള്ള എക്കണോമിക് നയങ്ങൾ മൂലം ഉണ്ടാകുന്ന അവിടുത്തെ പ്രശ്നങ്ങൾ, അതുപോലെ യുക്രൈൻ റഷ്യ വാറിലൊക്കെ അവർ സ്വീകരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഇമിഗ്രേഷൻ വിഷയത്തിൽ അവരുടെ നിലപാടുകൾ, ഇതൊക്കെയാണ് ഈ പാർട്ടികളുടെ വളർച്ചയ്ക്ക് കാരണം. ഇതാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്ന എഡിറ്റോറിയൽസ് നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട്, അതിനപ്പുറം നിങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. ജസ്റ്റ് നമ്മളുടെ ഇപ്പോഴത്തെ വേൾഡിലെ സിറ്റുവേഷനെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടും. പിന്നെ ഡിസ്കോഴ്സ് ഓൺ AI ഗവേണൻസ് ദാറ്റ് ഇന്ത്യ മസ്റ്റ് ഷേപ്പ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് സംഗതി എന്താണെന്ന് വെച്ചാല്, ഇപ്പോ ദ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് സെപ്റ്റംബർ 22-നും 23-നും UN ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ നോം ബിൽഡിംഗ് പ്രോസസ് ആണ് അതിൽ നടക്കാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഗ്ലോബലി എങ്ങനെ ഗവേൺ ചെയ്യണം എന്നുള്ള ഇന്റർനാഷണൽ നോംസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ സെപ്റ്റംബർ 22 തൊട്ട് 24 വരെ എവിടെ നടക്കുന്നത്, UN നടക്കുന്നത്. അപ്പൊ ഇത് ഈ ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്, GDC, ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ട്. അതിന്റെ അഡ്വാൻസ്മെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സും വേൾഡ് ലീഡേഴ്സും എല്ലാം UN അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടത്തുകയും അതിന്റെ ഈ ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ട് എന്ന് പറയുന്ന സംഭവത്തിന്റെ എന്താ പറയുന്ന ഒരു അഡ്വാൻസ്മെന്റ്, അതും അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ അഡ്വാൻസ്മെന്റ്സും ഒക്കെ ഈ UN ഡിസ്കഷൻ വരാൻ പോയാണ്. അപ്പൊ ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ട് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ ഓർത്ത് വെച്ചേക്കുക. സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ സെപ്റ്റംബർ 22-നും 23-നും UN നടക്കാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ട് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് രാജ്യങ്ങളൊക്കെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം ഈ ഡിജിറ്റൽ ഡിവൈഡ് വേൾഡിൽ ഇല്ലാതാക്കുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ AI ആയിട്ട് ബന്ധമൊന്നുമില്ല. പോവർട്ടി ഇറാഡിക്കേഷൻ, എല്ലാവർക്കും ക്ലീൻ എയർ, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും ഷെൽട്ടർ, വീട്, അങ്ങനെ കുറെ കാര്യങ്ങൾ SDG അത് 2030 അച്ചീവ് ആഗ്രഹിക്കുന്നതാണ്. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യുക, ഡിജിറ്റൽ ഡിവൈഡ് ലോകത്ത് ഇല്ലാതാക്കുക, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, അങ്ങനെ ഇന്റർനാഷണൽ ഗവേണൻസ് ഓൺ എമർജിംഗ് ടെക്നോളജി, സ്വാഭാവികമായിട്ട് AI അതിന്റെ അകത്ത് വരും. ഇതെല്ലാം കൂടെ ചേർന്നൊരു സംഭവമാണ് ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ടിന്റെ അഡ്വാൻസ്മെന്റ്സിനെ കുറിച്ചും ഡിസ്കഷൻ നടക്കുക. ഇവിടെ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന സംഭവം നടക്കാൻ 22 to 24 വരെ UN നടക്കാൻ പോകും. അപ്പൊ അതിൽ ഇന്ത്യ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് അല്ലെങ്കിൽ നയങ്ങളെ കുറിച്ചാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. അതായത് നമ്മള് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ അവർ പറയുന്നത്, ഈ ഇടയ്ക്ക് UN ജനറൽ അസംബ്ലിയിൽ 2 റെസൊല്യൂഷൻസ് പാസ്സായിരുന്നു. ഒന്ന് അമേരിക്ക കൊണ്ടുവന്ന റെസൊല്യൂഷൻ, രണ്ടാമത്തെ ചൈന കൊണ്ടുവന്ന റെസൊല്യൂഷൻ. രണ്ടും AI ഗവേണൻസിനെ കുറിച്ചാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗവേണൻസിനെ കുറിച്ചാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സേഫ്, സെക്യൂർ ആൻഡ് ട്രസ്റ്റ്വർത്തി AI ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷൻ പാസ്സായി. അത് അമേരിക്ക കൊണ്ടുവന്ന റെസൊല്യൂഷനാണ്, സേഫ്, സെക്യൂർ ആൻഡ് ട്രസ്റ്റ്വർത്തി AI ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇനി രണ്ടാമത്തത് ചൈന കൊണ്ടുവന്ന റെസൊല്യൂഷൻ, അതിന്റെ പേര് എൻഹാൻസിംഗ് കോഓപ്പറേഷൻ ഓൺ കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് AI, ഫോക്കസ് ഓൺ ഇക്വിറ്റബിൾ ബെനിഫിറ്റ് ഫ്രം AI ഡെവലപ്മെന്റ്. അത് ഈ എൻഹാൻസിംഗ് കോഓപ്പറേഷൻ ഓൺ കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് AI എന്ന് പറയുന്നത് ചൈന കൊണ്ടുവന്ന റെസൊല്യൂഷൻ. അപ്പൊ ആദ്യം US ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരും, സേഫ്, സെക്യൂർ ആൻഡ് ട്രസ്റ്റ്വർത്തി AI ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. രണ്ടാമത് എൻഹാൻസിംഗ് കോഓപ്പറേഷൻ ഓൺ കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് AI എന്ന് പറഞ്ഞ് ചൈന ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരും. ഈ രണ്ട് റെസൊല്യൂഷൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗ്ലോബൽ ഗവേണൻസിനെ കുറിച്ചും ആ ഫീൽഡിൽ ഉണ്ടാവേണ്ട കോഓപ്പറേഷൻ ബിറ്റ്വീൻ കൺട്രീസിനെ കുറിച്ചും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ 2 റെസൊല്യൂഷൻസും
ചൈനയുടെയും US-ന്റെയും താല്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഗ്ലോബലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അവർക്ക് ഡോമിനന്റ് ആയിട്ട് നിൽക്കാനുള്ള കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത് പറയുന്നത്. അപ്പം ഇനിയിപ്പം സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ ഒക്കെ ഇപ്പം നടക്കാൻ പോകുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഡിസ്കഷൻസ് നടക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞ ഡെവലപ്പിംഗ് നേഷൻസിന്റെ ലീഡറാണ് ഇന്ത്യ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ ഭാവിയുടെ ടെക്നോളജിയിൽ ഇന്ത്യ ഉൾപ്പെടുന്ന ഡെവലപ്പിംഗ് നേഷൻസ് ചൈനയുടെയും അമേരിക്കയുടെയും ഡിസൈൻസിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ആ ടെക്നോളജിയുടെ എന്താ പറയുന്നത് അതിന്റെ ഒപ്റ്റിമം യൂസ് ഈ ഡെവലപ്പിംഗ് കൺട്രീസിന് ഉറപ്പാക്കാൻ ലീഡർഷിപ്പ് കൊടുക്കേണ്ടത് ഇന്ത്യയാണ്. അപ്പൊ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചറിലാണെങ്കിലും ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്റ്റിലാണെങ്കിലും എല്ലാം ഇന്ത്യ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ് നടത്തിക്കൊണ്ട് ആക്റ്റീവായിട്ടുള്ള ഇന്റർവെൻഷൻസ് നടത്തിക്കൊണ്ട് ഡെവലപ്പിംഗ് വേൾഡിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ലീഡ് ഫോഴ്സ് ആയിട്ട് നിൽക്കണം. ഗ്ലോബൽ സൗത്ത് കൺട്രീസിന് ലീഡറായിട്ട് ആക്ട് ചെയ്യണം ഈ പറഞ്ഞ നെഗോഷിയേഷൻസിൽ എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ പറഞ്ഞ ആർട്ടിക്കിളിൽ കൂടുതലായിട്ട് അവർ എംഫസൈസ് ചെയ്തേക്കുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് അവർ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ലോകത്ത് ഈ എൻവയോൺമെന്റ് കോൺഫറൻസസ് തുടങ്ങിയ കാലം തൊട്ട് ഇന്ത്യ അന്ന് 89 കാലഘട്ടത്തിലൊക്കെയാണ് ആദ്യമായിട്ട് ലോകത്ത് ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് യുഎന്നിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ നടക്കാൻ തുടങ്ങിയത്. പിന്നെ ജപ്പാനിലെ ക്യോട്ടോ എന്ന സ്ഥലത്ത് വെച്ച് ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നു. അതിനുശേഷം സബ്സിക്വന്റ് ആയിട്ട് മിക്കവാറും എല്ലാ വർഷങ്ങളിലും UNFCCCയുടെ നേതൃത്വത്തിൽ UNFCCC എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. UNFCCC എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ടുള്ള ഗ്ലോബൽ ക്ലൈമറ്റ് കോൺഫറൻസസ് നടക്കുന്നു. ഈ കോൺഫറൻസസിലെല്ലാം ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് നേഷൻസിന്റെ മുകളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അതായത് കാർബൺ എമിഷനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കാർബൺ എമിഷനെ കൺട്രോൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഡെവലപ്ഡ് നേഷൻസിനുള്ളതുപോലെ ഡെവലപ്പിംഗ് നേഷൻസിനുണ്ടെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചു. പക്ഷെ ഒരിക്കൽ പോലും ഇന്ത്യ അത് അംഗീകരിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ കാർബൺ എമിഷൻ കൂടുതൽ ചെയ്ത് ഈ ലോകത്തിനെ ഇങ്ങനെ ആക്കിയത്, ലോകത്തിലെ പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടുന്ന വ്യവസായവൽകൃത രാജ്യങ്ങളാണ്, ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ആണ്. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഡെവലപ്പിംഗ് നേഷൻസോ അല്ലെങ്കിൽ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസോ അതിൽ ലീസ്റ്റ് റെസ്പോൺസിബിൾ ആണ്. സോ എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മളുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. പക്ഷേ അത് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കണം. ഓരോ രാജ്യത്തിനും ഒരേ റെസ്പോൺസിബിലിറ്റി ആവരുതെന്നുള്ള സ്റ്റാൻഡ് എടുത്തത് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ബേസിക് രാജ്യങ്ങൾ ചേർന്നാണ്. ബേസിക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന. ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന ബേസിക്. ഇത് 4 ലോകത്തിലെ ഏറ്റവും വലിയ 4 ഡെവലപ്പിംഗ് നേഷൻസ് ആണ്. ഡെക്കേഡ്സ് ടുഗദറായിട്ട് നമ്മൾ ഈ ബേസിക് കൺട്രീസ് ആണ് ഇതുപോലുള്ള ക്ലൈമറ്റ് നെഗോഷിയേഷൻസ് എല്ലാം UNFCCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്ലൈമറ്റ് നെഗോഷിയേഷൻസിലെല്ലാം ഡെവലപ്പിംഗ് കൺട്രീസിനെ ലീഡ് ചെയ്തത്. അതുകൊണ്ട് എന്തുണ്ടായി? നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഡെവലപ്ഡ് കൺട്രീസിന് ഉള്ള അത്രയും റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ഡെവലപ്പിംഗ് നേഷൻസിന് ഇല്ല എന്ന് നമുക്ക് ലോകത്തിന് മുന്നിൽ അത് കാണിച്ചു കൊടുക്കാൻ പറ്റി. ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് മാത്രമേ ഓരോ രാജ്യത്തിനും ഉള്ളൂ. കോമൺ ബട്ട് ഡിഫറൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്ന് നമുക്ക് ലോകത്തിൽ കാണിച്ചു. അത് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് വരെയും അതിനുശേഷം പിന്നീട് നടന്ന UNFCCC മീറ്റിംഗ്സിലും ഒക്കെ ഇന്ത്യക്ക് അതിൽ ഇഫക്റ്റീവ് ആയിട്ട് ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റി. ഇതേ ലീഡർഷിപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിലും ഇന്ത്യ കാണിക്കണം. ഇപ്പൊ ചൈനയും കൂടെ ഏതാണ്ട് ഡെവലപ്ഡ് വേൾഡിന്റെ ഭാഗമായി കഴിഞ്ഞു. പണ്ട് എൻവയോൺമെന്റ് നെഗോഷിയേഷൻസിലൊക്കെ ചൈന ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത്, അന്ന് ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട്. ഇപ്പോഴും ഡെവലപ്പിംഗ് കൺട്രി തന്നെയാണ്, പക്ഷേ സ്റ്റിൽ എയുടെ കാര്യത്തിലൊക്കെ അവർ ഡെവലപ്ഡ് നേഷൻസിനൊക്കെ മുന്നിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടുന്ന ഡെവലപ്പിംഗ് കൺട്രീസ് പലതും ഈവൻ ബേസിക് ഇന്റർനെറ്റ് ആക്സസ് പോലും ഇല്ലാത്ത പല പ്രദേശങ്ങളും ഉണ്ട്. അതുകൊണ്ട് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഈ പറഞ്ഞ കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവുന്ന രീതിയിൽ വേണം ഇതിന്റെ പോളിസീസും ഇതിന്റെ ഗവേണൻസും ഒക്കെ ഉണ്ടാവാൻ, ഗ്ലോബൽ ഗവേണൻസും ഗ്ലോബൽ പോളിസീസും ഒക്കെ ഉണ്ടാവാൻ. അപ്പൊ അതിൽ ഡെവലപ്പിംഗ് കൺട്രീസിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത്, ഗ്ലോബൽ സൗത്ത് നേഷൻസിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ഇന്ത്യയാണ്. ഇന്ത്യ എൻവയോൺമെന്റ് നെഗോഷിയേഷൻസിൽ കാണിച്ച അതേ വിരുത് ഇതിലും കാണിക്കണം എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പം ടേക്ക് ഓൺ ദ ചലഞ്ച് ഓഫ് റൈസിംഗ് ഇൻകം ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് സാം പിട്രോൺ എഴുതിയ ആർട്ടിക്കിൾ ആണ്. അപ്പോഴേ ഞാനിത് ഡിസ്കസ് ചെയ്യേണ്ടെന്ന് കരുതിയാണ്. കാര്യം ഹീസ് എ പൊളിറ്റീഷ്യൻ നൗ. ഹീസ് എ വെരി ഫേമസ് ടെക്നോക്രാറ്റ് ഓൾസോ, ബട്ട് ഹീസ് എ പൊളിറ്റീഷ്യൻ നൗ. സോ അത് ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ കരുതിയാണ്. പക്ഷെ പക്ഷെ അതിൽ പൊളിറ്റിക്സ് ഒന്നുമില്ല. കംപ്ലീറ്റ്ലി അത് ഒരു ന്യൂട്രൽ ആയിട്ട് നിന്ന് എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിലുണ്ട്. കാര്യം 1% റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലാണ് ഏതാണ്ട് നേഷന്റെ മൊത്തം സമ്പത്തിന്റെ ഏതാണ്ട് 40-45%. അപ്പൊ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇൻഇക്വാലിറ്റി ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഇൻഇക്വാലിറ്റി ഇല്ലാതാക്കാൻ ചെയ്യേണ്ട കുറെ നടപടികൾ, പക്ഷെ നടപടികൾ വ്യക്തമായിട്ട് ഈ ആർട്ടിക്കിളിൽ പറയുന്നില്ല. ഇതിൽ അദ്ദേഹം ഇലക്ഷന് മുമ്പ് ഭയങ്കര വിവാദമായ ഒരു കാര്യം
അദ്ദേഹം ഇവിടെ ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് പോകുന്നുണ്ട്. അത് വിവാദമായതുകൊണ്ടായിരിക്കും അതിനെ കൂടുതൽ അഡ്വക്കേറ്റ് ചെയ്യാൻ അദ്ദേഹം റെഡിയല്ല. പറയുന്നത് ഞാൻ സജഷൻസ് ഒന്നും പറയുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ. അത് ചില രാജ്യങ്ങളുടെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ച് പറയുന്നത്. ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കുറെ സ്വത്ത് ഉണ്ടാക്കിയാൽ എന്റെ സ്വത്ത് പൂർണ്ണമായിട്ട് എന്റെ മക്കൾക്കായിരിക്കുമല്ലോ ഭാവിയിൽ അവകാശം, എന്റെ ഭാര്യയ്ക്കൊക്കെ. പക്ഷേ ജപ്പാൻ പോലുള്ള ഡെവലപ്ഡ് നേഷൻസിന്റെ എക്സാമ്പിൾസ് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലുണ്ടെന്ന് തോന്നുന്നു ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് എന്റെ സ്വത്തിന്റെ 40-45% കൊണ്ട് എന്റെ അനന്തരാവകാശിക്ക് മാറ്റിവെക്കുന്നതിന് മുമ്പായിട്ട് ഗവൺമെന്റിന് ഒരു ഇൻഹെറിറ്റൻസ് ടാക്സ് ആയിട്ട് കൊടുക്കണം. ബാക്കിയുള്ളത് എനിക്ക് എന്റെ അനന്തരാവകാശികളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. അപ്പൊ അത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ ടാക്സ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെ രാജ്യത്തിന്റെ പാവപ്പെട്ട ആൾക്കാരിലേക്ക് ഇക്വിറ്റബിളി അവരുടെ എന്താ പറയുന്ന നമ്മളുടെ റിസോഴ്സസ് നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് വഴി പറ്റും. അങ്ങനെ ജപ്പാനിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എക്സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ അത് നടപ്പാക്കണമെന്ന് ഇപ്പൊ അദ്ദേഹം പറയുന്നില്ല. കാര്യം അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞ് കൈവള്ളിയൊരു മനുഷ്യനാണ് ഈ ഇലക്ഷൻ ടൈമിൽ. അപ്പം അദ്ദേഹം അങ്ങനെ പറയുന്നില്ല, പക്ഷെ ജസ്റ്റ് പരാമർശിച്ച് പോകുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഇൻഇക്വാലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്ന സംഭവമൊക്കെ പരീക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു ആർട്ടിക്കിളാണിത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. അതല്ല അതിന്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള വലിയ സൊല്യൂഷൻസ് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അത് വായിക്കാൻ മനസ്സിലാവും. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് ടാക്സുകൾ റെഡ്യൂസ് ചെയ്ത വഴി പിന്നീട് വേജസ് ഇൻക്രീസ് ചെയ്തു. കോർപ്പറേറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റ് ടാക്സ് എന്താണ്, കമ്പനികൾ പേ ചെയ്യേണ്ട ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ്. അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കമ്പനികളുടെ കയ്യിൽ കൂടുതൽ പൈസ വരുമല്ലോ. എന്നിട്ട് അത് അനുസരിച്ച് അവർ എംപ്ലോയീസിനും എല്ലാ ബെനിഫിറ്റും അവർക്ക് കിട്ടിയ അഡ്വാൻറ്റേജിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തോ എന്നൊക്കെ ഉള്ള അന്വേഷണമാണ്. അതായത് അതുവഴി വേജ് ഇൻക്രീസ് ചെയ്തോ എന്നൊക്കെ ഉള്ള അന്വേഷണമാണ്. പിന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഫണ്ട്സ് വർത്ത് ₹100 crore ടു ബൂസ്റ്റ് ജയ്പൂർസ് യുനെസ്കോ ഹെറിറ്റേജ് സ്റ്റാറ്റസ് എന്നൊരു ന്യൂസ് ഉണ്ട്. യുനെസ്കോ ഹെറിറ്റേജ് സ്റ്റാറ്റസ്. യുനെസ്കോ എന്ന് പറഞ്ഞാൽ അറിയാലോ, യുണൈറ്റഡ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസിലാണ്. അപ്പൊ അവരാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. ജയ്പൂർ ഈസ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന രാജസ്ഥാന്റെ ക്യാപിറ്റലായ ജയ്പൂര്. അപ്പം അവിടെ 100 crores സ്പെൻഡ് ചെയ്ത് അവര് യുനെസ്കോയുടെ ഹെറിറ്റേജ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം. അതിനെ കുറിച്ചാണ് ആ ന്യൂസ്. രാജസ്ഥാൻ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ദിയാ കുമാരിയുടെ ഫോട്ടോയൊക്കെ ഇവിടെ കാണാം. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ഭജൻലാൽ ശർമ്മയാണ്. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ഭജൻലാൽ ശർമ്മ. അതിനടുത്ത പേജ് പോകുമ്പോ US അംബാസഡർ ടു ഇന്ത്യയുടെ ഫോട്ടോ കാണാം. US അംബാസഡർ ടു ഇന്ത്യ എറിക് ഗാർസെറ്റി ആണ്. എറിക് ഗാർസെറ്റി US അംബാസഡർ ടു ഇന്ത്യ. എറിക് ഗാർസെറ്റി. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ 1.44 lakh crore കുറെ പ്രോജക്ട് അല്ലെങ്കിൽ ഡിഫൻസ് പ്രപ്പോസൽസ് ഇന്നലെ അക്സെപ്റ്റ് ചെയ്തു. ഈ 1.44 lakh crore ഓൾമോസ്റ്റ് എൻ്റെ എമൗണ്ടും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. മുമ്പൊക്കെ എന്ന് വെച്ചാൽ 1,40,000 കോടി പോയിട്ട് നമ്മൾ 10,000 കോടി ഡിഫൻസ് മേഖലയിൽ എന്തെങ്കിലും വാങ്ങാൻ ചെലവഴിച്ചാലും അത് ഫുള്ള് നമ്മൾ വിദേശത്ത് നിന്നായിരുന്നു വാങ്ങുന്നത്. അത് ഭയങ്കര കറപ്ഷന് കാരണമാവുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ലോക്കലൈസ്ഡ് ആയിട്ട് ഡിഫൻസ് മാനുഫാക്ചറിങ് ഇല്ലാതാവുന്നതിനും കാരണമായി. നമ്മൾ ഒരു ഇമ്പോർട്ടർ മാത്രമായിരുന്നു, നമ്മൾ എക്സ്പോർട്ടർ അല്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ത്യ 25,000 കോടിക്ക് മുകളിൽ ഇപ്പൊ തന്നെ ആയുധങ്ങൾ ഒരു വർഷം കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിന് കൂടി പോകത്തേ ഉള്ളൂ. പ്ലസ് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതിൽ ഏതാണ്ട് 50% കൂടുതൽ ആയുധങ്ങൾ ഇപ്പൊ ഇന്ത്യയിലാണ് ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇന്ത്യനൈസേഷൻ വരുന്നു. അപ്പൊ 1.44 lakh crore ഡിഫൻസ് എക്യുപ്മെന്റ്സ് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ അതിൽ ഏതാണ്ട് 100% ഇന്ത്യക്കകത്ത് തന്നെ വാങ്ങാനുള്ള തീരുമാനമാണ്. ഇപ്പൊ അങ്ങനെയാണ് ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട്, അതായത് എല്ലാം സ്വയം പര്യാപ്തമാകുക. അപ്പൊ DAC ആണ് ഇതിലൊക്കെ തീരുമാനം എടുക്കുന്നത്. DAC മീൻസ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. ആയുധങ്ങളൊക്കെ വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന DAC ആണ്, ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. അതിന്റെ ചെയർപേഴ്സൺ എപ്പോഴും ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇപ്പൊ അത് നമ്മളുടെ രാജ്നാഥ് സിംഗ് ആണ്. ഇപ്പൊ പല ആയുധങ്ങളുടെ പേരൊക്കെ നീ പറഞ്ഞിട്ടുണ്ടാകുന്നു, വേണ്ട. പിന്നെ DCG എന്താണെന്ന് പറഞ്ഞിരിക്കുക, ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പല മരുന്നുകൾക്കും ഇന്ത്യയിൽ ഇറക്കാനുള്ള അനുമതിയെ കൊടുക്കുന്ന DCG ആണ്, ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോ അവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പ്രൈവറ്റ് സെക്ടർ ബോറോയിങ് ടു റൈസ് ഓൺ ക്യാപെക്സ് പുഷ് എന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. എല്ലാവരും ഗവൺമെന്റ് സെക്ടറിലും
കാപ്പെക്സ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടറിലും കാപ്പെക്സ് ഉണ്ട്. കാപ്പെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ കാപ്പെക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുമ്പോഴാണ് GDP ഗ്രോത്ത് റേറ്റ് കൂടുന്നത്. ഇപ്പം കഴിഞ്ഞ കുറെ കാലമായിട്ട് കോവിഡിന് ശേഷം ഇന്ത്യയിൽ GDP കൂടാൻ കാരണം ഗവൺമെന്റിന്റെ കാപ്പെക്സ് ആണ്. ഗവൺമെന്റ് ഒരുപാട് ഇപ്പൊ റോഡുകളും പാലങ്ങളും റെയിൽവേയും എയർപോർട്ടും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നില്ലേ? കാപ്പെക്സ് സ്പെൻഡിങ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതുപോലെ ബിൽഡിങ്ങുകളും മറ്റ് മെഷീനറിക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മളുടെ കോർപ്പറേറ്റുകൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് പ്രൈവറ്റ് കാപ്പെക്സ് എന്ന് പറയും. അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള കാപ്പെക്സും GDP ഗ്രോത്തിന് കാരണമാവും. അപ്പൊ രണ്ട് രീതിയിലുള്ള കാപ്പെക്സ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എന്നാലും മെയിൻലി മേജർ പുഷ് വരുന്ന ഗവൺമെന്റ് കാപ്പെക്സ് നിന്നാണ്. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള കാപ്പെക്സ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഇസ്രായേലില് ഞാൻ ഇന്നലെ നിങ്ങളുടെ പറഞ്ഞു ഭയങ്കര പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ അഗേൻസ്റ്റ് ആയിട്ട് അവിടെ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് അവിടുത്തെ ബന്ദികളെയൊന്നും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ബന്ദികളിൽ കുറെ പേര് ഇപ്പൊ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. ഇസ്രായേലുകാർ കുറെ പേര് ഹോസ്റ്റേജസ് ആയിട്ട് ഹമാസിന്റെ കൈപ്പെട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലി പ്രൈം മിനിസ്റ്ററിനെതിരെ ഭയങ്കര പ്രക്ഷോഭമൊക്കെ ഇസ്രായേലിൽ നടക്കുക. അതിനെ കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ പുടിൻ മംഗോളിയ വിസിറ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് ഉണ്ട്. ഈ പുടിൻ മംഗോളിയ, വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ പ്രസിഡന്റ് മംഗോളിയ എന്നുള്ള രാജ്യം വിസിറ്റ് ചെയ്യുന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പുടിന് റഷ്യ നടത്തുന്ന അറ്റാക്ക് ഓൺ യുക്രൈന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് യുദ്ധ കുറ്റവാളിയായിട്ട് ഡിക്ലെയർ ചെയ്തു, വാർ ക്രിമിനൽ ആയിട്ട്. അപ്പം ഈ ICCയിൽ ഒരു മെമ്പർ കൺട്രിയിൽ പുടിൻ പ്രവേശിച്ചാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പൊ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ മെമ്പർ കൺട്രിയാണ് മംഗോളിയ. അപ്പൊ മംഗോളിയയിലേക്ക് പുടിൻ ചെല്ലുമ്പോൾ പുടിനെ അറസ്റ്റ് ചെയ്ത് ICCക്ക് കൈമാറണമെന്നാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്. പക്ഷേ മംഗോളിയ അതിന് തയ്യാറായില്ല. അതുകൊണ്ടാണല്ലോ പുടിന് ഇപ്പൊ അവിടെ പോകാൻ പറ്റിയത്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വലിയ ആദരവ് കൊടുത്ത് മംഗോളിയയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്ന ഫോട്ടോ ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ ICCക്ക് ഒന്നും ഒരു പവറും ഇല്ലെന്ന് വ്യക്തമായില്ല. ICCയിലെ മെമ്പർ കൺട്രിയാണ് മംഗോളിയ. അവിടെ നിയമം അനുസരിച്ച് ICCയിലെ മെമ്പർ കൺട്രി ആയിട്ടുള്ള ഒരു നേഷനിൽ ഒരു വാർ ക്രിമിനൽ പ്രവേശിച്ചാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ICCക്ക് കൈമാറണം. ICCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹേഗാണ്. നെതർലാൻഡ്സിലെ ഹേഗാണ്, HAGUE. എന്നിട്ട് ICCയുടെ ഒരു ഇത് മൈൻഡ് ചെയ്യാതെ ICCയിലെ മെമ്പർ കൺട്രിയെ മംഗോളിയ പുടിനെ ഹോസ്റ്റ് ചെയ്യാണ് അവിടെ. ഉലാൻ ബാത്തർ ആണ് മംഗോളിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മംഗോളിയയുടെ ക്യാപിറ്റൽ പഠിച്ചു വെച്ചാണ് ഉലാൻ ബാത്തർ. ULAAN ആണ്. ഞാൻ ഇട്ടപ്പോ AAAN ആയിപ്പോയി. ULAAN BAATAR ഉലാൻ ബാത്തർ. പിന്നെ സ്പോർട്സ് പേജിൽ എന്നത്തെ പോലെ പാരാലിമ്പിക്സ്, അതിലും മെഡലുകൾ ഇന്ത്യക്ക് കുറെ കിട്ടുന്നുണ്ട്. അതിന്റെ പേരുകളൊക്കെ ഉണ്ട്. പിന്നെ അത് പ്രത്യേകിച്ച് എല്ലാവരെയും പേരൊന്നും കാണാതെ പഠിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഒരുപാട് മെഡലുകൾ കിട്ടുന്നുണ്ട്. ഒളിമ്പിക്സിൽ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല. ആ പടം 5-6 മെഡൽ ഇന്ത്യക്ക് കിട്ടുള്ളൂ. അത്രയും പേര് കാണാൻ പഠിക്കാൻ പാടില്ല. പിന്നെ UTT അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസിനെ കുറിച്ചും US ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിനെ കുറിച്ചുള്ള ന്യൂസുകളുണ്ട്. അതെല്ലാം നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ്. ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഇനി അതെല്ലാം കാണും. പിന്നെ ഇന്ത്യയിലും വേറെ കാര്യങ്ങളൊന്നുമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ പ്രോ കബഡി ലീഗിനെ കുറിച്ചുള്ള ന്യൂസുകളും കാണാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. എനിക്ക് സത്യത്തിൽ ഇന്ന് ഞാൻ ഇന്നലെ ഫുൾ നൈറ്റ് അലർജി മൂലം തുമ്മലായിരുന്നു. ഇന്ന് രാവിലെയൊക്കെ അതേ അവസ്ഥയായിരുന്നു. അപ്പം ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് കരുതിയാണ്. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എടുത്തതാണ്. അതുകൊണ്ട് എല്ലാം ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കത്തില്ല ഒരു പക്ഷേ. എത്രത്തോളം നിങ്ങൾ ക്ലാസ് അത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും അത് ഇഫക്റ്റീവ് അല്ലാത്തതായിട്ട് തോന്നിയാൽ ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല. കാര്യം ഫിസിക്കലി ഞാൻ അത്ര നല്ല കണ്ടീഷനല്ല. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.